Hello students. By now we know that internal reconstruction can be done in different ways. It can be either by alteration of shares, it can be done by changing the rights of shareholders, or it can be by surrender of shares. So in this reduction of capital is also another way. In this video we'll be discussing about the reconstruction which is done by surrender of shares. So we know that when you surrender the shares, first step is to subdivide the shares into smaller denominations, and then the equity shareholders will be forced to surrender their shares to give a particular number of shares to the company itself, and that amount will be used for settling the claim of creditors, debenture holders, etc. In this case, narration is important because whatever purpose you use for if you use surrendered shares for settling preference shareholders, debentures, or creditors, whoever it is, the same entry will be passed, that is share surrender account debtor to share capital. So you cannot find any difference between the entries. So the narration should explain what is the purpose of which the shares have been issued. So narration is important in this case. So we are moving on to the problem. See, we are given with a balance sheet. The ledger balances of Z Limited as on 31st March 2019 is given. Then share capital, equity share capital is there, preference share capital is there, reserves and surplus is there, and it is negative balance. It's given as negative balance. So that is why they didn't tell that it's a balance sheet. Balance sheet ന്റെ പോലെയൊക്കെ തോന്നുമെങ്കിലും കാരണം നെഗറ്റീവ് ബാലൻസ് നമ്മൾ അവിടെ എല്ലാം എഴുതുക. ഡിബെഞ്ചേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്. ഇനി ആ റിക്കൺസ്ട്രക്ഷൻ്റെ സ്കീം നമ്മളൊന്ന് വായിക്കാം. ഫോളോയിങ് സ്കീം ഓഫ് റിക്കൺസ്ട്രക്ഷൻ ഹാസ് ബീൻ പാസ്ഡ് and approved by the court as on April 1st, 2019. ഇങ്ങനെയാണ്. The equity shares are to be subdivided into shares of ₹10 each, and each shareholder shall surrender 70% of his holdings. അപ്പോൾ എങ്ങനെയായിരിക്കും സറണ്ടർ ചെയ്യുക? ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആദ്യം സബ്ഡിവൈഡ് ചെയ്യുമ്പോഴും എപ്പോഴായാലും കൺസോളിഡേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എൻട്രി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾഡ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ന്യൂ ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ 100 rupeesൻ്റെ ഷെയർസാണ്. അത് എത്ര ഉണ്ടായിരുന്നു? 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ചാണ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ ബ്രാക്കറ്റിൽ 100 rupeesൻ്റെ 30 lakh. അത് എങ്ങടേക്കാണ് മാറ്റിയത്? 10 രൂപയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ 10 രൂപ എന്ന് എഴുതിയിട്ട് അത് 30 lakh. അതാണ് ഫസ്റ്റ് എൻട്രി വരിക. എൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഇവരോട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഷെയർ സറണ്ടർ ചെയ്യുമ്പോൾ എന്താ എൻട്രി? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ സറണ്ടർ അക്കൗണ്ട്. അങ്ങനെയാണ് എൻട്രി ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് പോവാം. ഔട്ട് ഓഫ് സറണ്ടേർഡ് ഷെയർസ്, ഇങ്ങനെ കുറച്ച് 70% ഷെയർ സറണ്ടർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ ഔട്ട് ഓഫ് സറണ്ടേർഡ് ഷെയർസ് 50,000 ഷെയർ ഷാൽ ബി ഇഷ്യൂഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ദിയർ ക്ലെയിംസ്. അവരുടെ ക്ലെയിംസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡറുടെ ക്ലെയിം എത്രയുണ്ട്? 10 ലക്ഷം ഉണ്ട്. ഈ 10 ലക്ഷത്തിന് പകരം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 50,000 ഇക്വിറ്റി ഷെയർസ് സറണ്ടർ ചെയ്ത ഷെയർസ് എന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി എന്താണ്? ഷെയർ സറണ്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലാണല്ലോ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ 10 ലക്ഷം ഉണ്ട്, ഇവർക്ക് നമ്മൾ 5 ലക്ഷം കൊടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനെ ഇല്ലാതാക്കുന്നത് ഇവിടെ കാണിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ വൈസ് ജേർണലൈസ് ചെയ്യുമ്പം ലാസ്റ്റ് അതിനെയൊക്കെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നാരേഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. 50,000 ഷെയർസ് ഇഷ്യൂഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഫോർ സെറ്റിലിംഗ് ദെയർ ക്ലെയിംസ് എന്ന് പറഞ്ഞിട്ട് നാരേഷൻ എഴുതണം. അടുത്തത് നോക്കൂ. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ടോട്ടൽ ക്ലെയിം ഷാൽ ബി റെഡ്യൂസ്ഡ് ടു 7 lakh. 10 ലക്ഷം ഉണ്ട് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. നോക്കൂ, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് 10 lakh ആണ്. അതിന് നമ്മൾ എന്താക്കി? 70,000 ഇക്വിറ്റി 7 lakh ആക്കി 70,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു. അവിടെയും നമ്മുടെ ജേർണൽ എൻട്രി എന്താണ്? ഷെയർ സറണ്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ നാരേഷനിൽ എഴുതണം 70,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ടു സെറ്റിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, ഇനി അടുത്തത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് ക്ലെയിംസ് ആർ ടു ബി റെഡ്യൂസ്ഡ് ബൈ 50%. 50% റെഡ്യൂസ് ചെയ്തു. 50% റെഡ്യൂസ് ചെയ്തിട്ട് ആൻഡ് ഇൻ കൺസിഡറേഷൻ റെഡ്യൂസ് ചെയ്തത് എങ്ങനെയാണ്? ഇൻ കൺസിഡറേഷൻ ദ ക്രെഡിറ്റർ ഷാൽ റിസീവ് 20,000 ഇക്വിറ്റി ഷെയർസ് ഔട്ട് ഓഫ് സറണ്ടേർഡ് ഷെയർസ്. അപ്പോൾ പകുതി ക്രെഡിറ്ററിൻ്റെ വാല്യൂ നിങ്ങൾ എനിക്ക് എത്ര തരാനുണ്ട്?
അത് ഇത്ര മതി എന്ന് പറഞ്ഞ് ആക്കി. പക്ഷേ ആ മതിയാക്കിയത് എന്തുകൊണ്ടാണ്? പകരം അവർക്ക് ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ 20,000 ഇക്വിറ്റി ഷെയർസ്. അവിടെ നമുക്ക് ജേണൽ എൻട്രിയിൽ വ്യത്യാസം വരില്ല. ഷെയർ സറണ്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് തന്നെയാണ് വരിക ആ എൻട്രി പറയുന്ന സമയത്തും. കാരണം എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതണം നമ്മൾ ക്രെഡിറ്റേഴ്സിന് 50% ക്രെഡിറ്റേഴ്സിന് സെറ്റിൽ ചെയ്യുന്നതിനായിട്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നാരേഷൻ എഴുതണം. ദ റിമൈനിങ് സറണ്ടേർഡ് ഷെയർസ് ഷാൽ ബി ക്യാൻസൽഡ്. ബാക്കിയുള്ള സറണ്ടേർഡ് ഷെയർസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ ആ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവില്ല. ഗുഡ് വിൽ ആൻഡ് സർപ്ലസ് അക്കൗണ്ട് ആർ ടു ബി റിട്ടൺ ഓഫ് കംപ്ലീറ്റ്ലി ആൻഡ് ഫിക്സഡ് അസറ്റ്സ് ആർ ടു ബി ഡിപ്രീഷിയേറ്റഡ് ബൈ 10 lakh. അപ്പോൾ ഗുഡ് വില്ലും സർപ്ലസ് അക്കൗണ്ട് ഇല്ലാതാവും, ഫിക്സഡ് അസറ്റ് 10 ലക്ഷവും ഇതാവും. ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ റിക്കൺസ്ട്രക്ഷൻ്റെ സ്കീം. ഇനി നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രിയിൽ ഇത് ഓരോന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ജേണൽ എൻട്രിയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ്? ഫസ്റ്റ് സബ് ഡിവൈഡ് ചെയ്യുന്ന എൻട്രിയാണ്. ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 100 രൂപയുടേത് ടു ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പിന്നെ അത് ഷെയർ സറണ്ടർ ചെയ്യിക്കുകയാണ് 70%. 30 ലാക്കിൻ്റെ 70% എന്ന് പറയുമ്പോഴാണ് ഈ 21 lakh വരുന്നത്. അപ്പോൾ 21 lakh നമ്മൾ സറണ്ടർ ചെയ്തിട്ട് എടുക്കുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ സറണ്ടർ അക്കൗണ്ട്. പിന്നെ ഈ ഷെയർ സറണ്ടർ ഉപയോഗിച്ചിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനെ സെറ്റിൽ ചെയ്യുന്നതാണ് ഈ എൻട്രി. ഷെയർ സറണ്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ പറഞ്ഞിട്ട് ഇത് വന്നിട്ട് 5 lakh. അപ്പോൾ അവിടെ നാരേഷൻ ചെയ്താൽ ബീയിങ് ഇക്വിറ്റി ഷെയർസ് ഔട്ട് ഓഫ് സറണ്ടേർഡ് ഷെയർസ്, ബീയിങ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട് ഓഫ് സറണ്ടേർഡ് ഷെയർസ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് എൻട്രി ചെയ്തി. പിന്നത്തത് നമ്മൾ എൻട്രിക്ക് വ്യത്യാസമൊന്നുമില്ല. ഷെയർ സറണ്ടർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ്. അത് ആർക്കുള്ളതാണ്? നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്. അവിടെ 7 lakh ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. ക്രെഡിറ്റേഴ്സിനും നമ്മളൊരു 2 lakh 20,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്തതിൻ്റെയാണ് ഈ എൻട്രി സെയിം ആണ്. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഒഴിവാക്കി ഈ സാധനങ്ങളൊക്കെ ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര സറണ്ടർ ഷെയർ 21 lakh സറണ്ടർ ഷെയർസിൽ ബാക്കി ഉണ്ട്. അതിനകത്ത് 5ഉം 7ഉം 12ഉം 14 lakh നമ്മൾ ഉപയോഗിച്ചു. ബാക്കി എത്രയുണ്ട്? 7 lakhും കൂടെ ഉണ്ട്. അപ്പോൾ ആ 7 lakhും ഇതുവരെ നമ്മൾ സെറ്റിൽ ചെയ്ത ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട്, ലയബിലിറ്റീസിൻ്റെ ഒക്കെ എമൗണ്ട്, അതായത് ഷെയർ സറണ്ടറിൽ 7 lakh ഉണ്ട്. പിന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നമുക്ക് 10 lakh ഉണ്ട്. പിന്നെ ഡിബെഞ്ചേഴ്സ് ഒരു 10 ലക്ഷത്തിൻ്റെ ഇല്ലാതായി. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലയബിലിറ്റി ഉണ്ട് 3 lakh. പിന്നെ ക്രെഡിറ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ് 4,20,000 പകുതിയാണ്. ബാക്കി പകുതി അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പകുതിയാണ് നമ്മൾ സെറ്റിൽ ചെയ്തത് 4,20,000. അങ്ങനെ അതൊക്കെ എങ്ങോട്ടേക്ക് മാറ്റി? 34,20,000 നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ ഓർ റിക്കൺസ്ട്രക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. ബീയിങ് ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് സറണ്ടേർഡ് ഷെയർസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഈ സാധനങ്ങളൊക്കെ ഫുള്ളി ഡിസ്ചാർജ് ബൈ ഇഷ്യൂ ഓഫ് സറണ്ടേർഡ് ഷെയർസ്. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഈ ക്യാപിറ്റൽ റിഡക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗുഡ് വില്, സർപ്ലസ്, ഫിക്സഡ് അസറ്റ്സ് ഒക്കെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് 34,20,000 ഉണ്ട് ബാലൻസിൽ. അപ്പോൾ ഗുഡ് വില് നമുക്ക് ബാലൻസ് ഷീറ്റിലുള്ള ഫിഗർ നോക്കിയാൽ 5 lakh ആണ് ഉള്ളത് ഗുഡ് വില്. പിന്നെ സർപ്ലസ് നഷ്ടം വന്നിട്ട് 15,50,000 ഉണ്ട്. ഫിക്സഡ് അസറ്റ്സ് 10 ലക്ഷമാണ് കുറയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. ബാക്കിയുള്ളതിനെ അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായില്ല. അതായത് ക്യാപിറ്റൽ റിഡക്ഷനുള്ള കാശ് ബാക്കി വന്നാൽ അത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുക. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ തോന്നുന്നു. ജനറൽ റിസർവ് എന്നങ്ങനെ പറഞ്ഞു വേണ്ടത് തെറ്റാണ്. ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുക. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ആ ബാലൻസ് ഷീറ്റ് ചെയ്യാണ്. എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്? ഇനി എത്ര ഷെയർസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 50,000 പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്തു. 70,000 ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്തു. പിന്നെ ഒരു 20,000 ആർക്ക് ഇഷ്യൂ ചെയ്തു? ക്രെഡിറ്റേഴ്സിന് ഇഷ്യൂ ചെയ്തു. അപ്പോൾ തന്നെ എത്രയായി? 1,40,000 ആയി. പിന്നെ നമ്മൾ ആദ്യം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നൊരു 30% ഉണ്ടല്ലോ, അതൊരു 9 lakhും. അപ്പോൾ ഈ 1,40,000 പ്ലസ് 90,000 ആണ് ഈ 2,30,000 വന്നിരിക്കുന്നത്. ഈ 2,30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ചാണ്, 10 ഈച്ചാണ് 23 lakh. പിന്നെ റിസർവ്സിൽ നമുക്ക് ആകെ കൂടെ ക്യാപിറ്റൽ റിസർവ് ബാലൻസ് ഉള്ളതുകൊണ്ട് 3,70,000 വന്നു. ലയബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സിനെ മാത്രം നമ്മൾ 50% കൊടുത്ത് തീർത്തത്. ബാക്കിയുള്ള 50% അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 4,20,000 നമ്മുടെ ബാലൻസ് ഷീറ്റ് വന്നിട്ട് 30,90,000. ഫിക്സഡ് അസറ്റ്സിൽ നമ്മൾ ഒരു 10 ലക്ഷം കുറച്ചു.
ബാക്കിയുള്ള 20 ലാക്കേ ഉള്ളൂ. കറണ്ട് അസറ്റ്സിൽ ഒരു 10,90,000 ഉണ്ട്. അത് നമ്മുടെ പിന്നെ ബാലൻസ് ഷീറ്റിലുള്ള ഫിഗറാണ്. നമ്മൾ വേറെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. നമ്മൾ ക്യാഷ് ഷെയർ ഇഷ്യൂ ചെയ്യും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സെറ്റിൽ ചെയ്യുകയൊന്നും. അപ്പോൾ കറണ്ട് അസറ്റ്സ് ഇതാക്കുക 10,90,000 നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ഫിഗർ തന്നെയാണ്. ബാക്കിയുള്ള ഗുഡ് വില്ലൊക്കെയാണ് ഇല്ലാതായത്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ 30,90,000 ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കാം. പിന്നെ നമുക്ക് പിന്നെ ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട്സൊക്കെ ചോദിക്കാം കേട്ടോ. താങ്ക് യു.